السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله. وبارك على رسولك ونبيك سيدنا محمد جميع الأنبياء والمرسلين والآل والصحابة أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أهل النبي ذريعتي وهم إليه وسيلتي. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വന്യരായ സയ്യിദവർ, മറ്റ് പണ്ഡിതന്മാർ, സഹോദര സഹോദരി, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മാസം തോറും നടത്തി വരാറുള്ള ചിശ്തി മജ്ലിസ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് മാസം തോറും ഇവിടെ നടത്തി വരാറുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ മാസം നമ്മുടെ സയ്യിദ് ജലാൽ തങ്ങളുടെ ഉപ്പ അവരുടെ ആണ്ടിന്റെ 19ാമത്തെ ആണ്ടിന്റെ മാസവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ സയ്യിദന്മാർ, അഹ്ലു ബൈത്ത്, അവരെ കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമുക്ക് നാം അവലംബമാക്കുന്ന ഹിജ്റ വർഷം അതിൽ അവസാന മാസമാണ് ഈ ദുൽഹിജ്ജ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി 4 മാസങ്ങൾ വലിയ പവിത്രത പറഞ്ഞ് വലിയ ബഹുമാനം പറഞ്ഞ മാസങ്ങളാണ്. അർബഅത്തുൻ ഹുറും
അതിൽ ഏറ്റവും തുടക്കത്തിലുള്ള ഹിജ്റ വർഷത്തിന്റെ പ്രാരംഭം കുറിക്കുന്ന മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസം വലിയ ബഹുമാനമുള്ള മാസമാണ് മുഹറം മാസം. അതുപോലെ വർഷത്തിന്റെ മധ്യത്തിലുള്ള റജബ് മാസം, അതുപോലെ വർഷത്തിന്റെ അവസാനത്തിലുള്ള ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവും. അങ്ങനെ 4 മാസം വളരെ പവിത്രമായ മാസമാണ്. നാം നിലകൊള്ളുന്ന മാസം ദുൽഹിജ്ജ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദർബാർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്ന് ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ച് ഹജ്ജും ഉംറയും മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പലരും നാട്ടിലേക്ക് മടങ്ങി. ഇനിയും നാട്ടിൽ തിരിച്ചെത്താമെന്നുള്ളവരുണ്ട്. അല്ലാഹു തആല ഈ വർഷം ഹജ്ജിന് പോയവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മറ്റെല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും അല്ലാഹു താമസിയാതെ ഹജ്ജിനും ഉംറക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ നമുക്ക് ഉദ്ദേശിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് എങ്ങനെയാണ് അതിന് തൗഫീഖ് കിട്ടുക, ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യാൻ കഴിയുക? കാരണം സാമ്പത്തികമായി വളരെ പ്രയാസമാണ് ഇപ്പോൾ. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രതിനിധിയായി കൊണ്ട് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നിർദ്ദേശം നൽകി. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് ക്ഷണിക്കാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിർദ്ദേശിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഈ മക്ക എന്ന് പറഞ്ഞാൽ അന്നത്തെ മക്കയല്ല ഇപ്പോൾ ഉള്ളത്. അന്ന് പാറകളും പർവ്വതങ്ങളും അധികരിച്ച് ജലാശയങ്ങൾ കുറഞ്ഞ വളരെ ദുർഘടമായ ഒരു രംഗമായിരുന്നു. ആ മലയുടെ മുകളിൽ നിന്ന് ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കേൾക്കുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇബ്രാഹിമേ, നിങ്ങൾ വിളിക്കൂ, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. നമുക്കൊക്കെ തോന്നും, പണ്ട് കാലത്ത് ചിലപ്പോൾ തോന്നിയിരുന്നു എങ്ങനെയാണ് അവിടുന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് കേൾക്കുക. പക്ഷെ ഇന്ന് ആ ചിന്തക്ക് പ്രസക്തിയില്ല. നമുക്ക് തന്നെ അറിയാം, നാം എത്രയോ ദൂരെ നിന്ന് ഇങ്ങോട്ട് നമ്മോട് സംസാരിക്കുന്നു, നാം അങ്ങോട്ട് സംസാരിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് എത്തിപ്പെടാനുള്ള കാരണം സയ്യിദ് അവറുകളുടെ ഒരു ഫോൺ കോൾ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ മലപ്പുറത്തിൽ നിന്നും നിങ്ങളെ കർണാടകയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ ബോർഡിലേക്ക് ഞാൻ വന്നത് ഒരു ഫോൺ കോൾ കാരണമായിട്ടാണ്. എന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ ചെറിയ ഈ യന്ത്രത്തിൽ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ കേട്ടു, ഞാൻ അതിന് ഉത്തരം നൽകി, ഇവിടെ എത്തി. ഇവിടുത്തെ ഹജ്ജിനും ഉംറക്കൊക്കെ പലരും പോയി. ഒരു 60-70 വയസ്സുള്ള ഒരു ഉമ്മാമ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരു ഉമ്മ ഹജ്ജിന് വേണ്ടി പോയി. ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് പോയി തവാഫ് ചെയ്യുമ്പോഴാണ് വീട്ടിൽ നിന്ന് മകളോ മരുമകളോ വിളിക്കുന്നത്, ഉമ്മ എത്ര ഉംറ എത്ര തവാഫ് നിങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ ഉമ്മാമ ആ പർദ്ദയുടെ പോക്കറ്റിൽ നിന്ന് ഈ ചെറിയ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിന് മറുപടി കൊടുക്കുകയാണ്, ഞാൻ ഇത്ര തവാഫ് ചെയ്തു, ഇത്ര ഉംറ ചെയ്തു എന്ന് ഈ ചെറിയ ഉപകരണം കൊണ്ട് പറയുന്നു. അതിവിടെ കേൾക്കുന്നു. ഇത് ഇന്ന് എതിർക്കുന്നവർ അല്ലെങ്കിൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ
കഴിയാത്തവർ ആരും ഇല്ല. എന്നാൽ ഇതൊരു യന്ത്രത്തിന് കഴിവുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവ്, ആ കഴിവിന് പരിധിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിളിക്കാൻ പറഞ്ഞു. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം ചെയ്തത് അതേ മാതാപിതാക്കൾ, അതേ ഉമ്മയുടെ ഗർഭാശയത്തിലും ഉപ്പയുടെ മുതുകിലുമുള്ള ആത്മാക്കള് ആ വിളിക്ക് ഉത്തരം ചെയ്തു. അതുകൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്തതിനു ശേഷം നാം തൽബിയത്ത് ചൊല്ലുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലാ ശരീക ലക. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഉത്തരം ചെയ്തതിനു ശേഷം പിന്നെയും ഞാൻ ഉത്തരം ചെയ്യുന്നു. അപ്പൊ ഒരു ഉത്തരം ചെയ്യല് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ അന്ന് വിളിച്ചപ്പോൾ ആ വിളിക്ക് അതൊക്കെ ഉപ്പയുടെ മുതുകിലും ഉമ്മയുടെ ഗർഭാശയത്തിലുമുള്ള ആത്മാക്കള് ഉത്തരം ചെയ്തു. അവരെല്ലാം ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു. ആ ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്ത് തൽബിയത്ത് ചൊല്ലുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഉത്തരം ചെയ്തതിന് ശേഷം പിന്നെയും ഞാൻ ഉത്തരം ചെയ്യുന്നു. അപ്പൊ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ ആർക്കൊക്കെ ഉത്തരം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ അവരെല്ലാം അള്ളാഹുവിന്റെ ദർബാറിന്റെ അടുക്കലെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തരം നൽകിയവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദുൽഹിജ്ജ മാസം വർഷത്തിന്റെ അഥവാ ഹിജ്റ വർഷത്തിന്റെ അവസാന മാസമാണ്. ഇനി വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. നമ്മിലേക്ക് ആഗതമാകുന്ന മാസമാണെങ്കിലോ ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസമാണ്. ഒരു പുതുവത്സരം നമ്മിലേക്ക് കടന്നു വരികയാണ്. എന്ന് പറഞ്ഞാൽ പുതുവത്സരം വരുമ്പോ എങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്? നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സ് കുറയുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു വയസ്സ് കൂടുകയാണ്. മരണത്തിലേക്ക് നാം ഒന്നുകൂടെ അടുക്കുകയാണ്. ഒന്നുകൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞ് മാപ്പ് പറയുകയും ഇനി അങ്ങോട്ടുള്ള ജീവിതം ഞാൻ സംശുദ്ധമായ ജീവിതം നയിക്കും എന്ന് അതിനുവേണ്ടി തയ്യാറ് ചെയ്യാനുള്ള സമയമാണിപ്പോൾ. വളരെ മുതബറക്കായ ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. മഹാനായ സയ്യിദ് അവറുകൾ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നാട്ടിൽ ഒരു സയ്യിദ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിന് ഏറ്റവും വലിയൊരു അഭിമാനമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളായ സയ്യിദന്മാർ അഹ്ലു ബൈത്ത് അവര് വലിയ ബഹുമാനമുള്ളവരാണ്. അവരൊരിക്കലും സാധാരണക്കാരല്ല. നമ്മൾ പറയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണക്കാരനല്ല എന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഞാൻ ഉസ്താദുമാര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ ഉസ്താദ് അവറുകൾ അവിടുന്ന് ഒരു ദിവസം ഈ കണ്ണൂരിനടുത്തൊരു സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഒരു സ്ഥലത്ത് വന്നിട്ട് അന്ന് പുത്തൻവാദികളോട് പ്രസംഗിക്കുകയാണ്, അവർക്കെതിരായിട്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിന്റെ വിഷയം എന്താണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനല്ല എന്നാണ് അതിന്റെ ഹെഡിങ്. ഈ തലക്കെട്ടിൽ മഹാനവറുകൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനല്ല എന്നിങ്ങനെ ആയത്തും ഹദീസും ഓതി പറഞ്ഞ് സമർത്ഥിച്ചപ്പോൾ അവിടുന്ന് ഒരു കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്രേ, ഉസ്താദെ അത് നിങ്ങൾ കൂടുതൽ അങ്ങനെ ഹദീസും ആയത്തൊന്നും ഓതേണ്ടതില്ല, അത് ഞങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ദിനേന സമയം തെറ്റാതെ 5 പ്രാവശ്യം 5 സമയങ്ങളിൽ 10 പ്രാവശ്യം വിളിച്ചു പറയപ്പെടുന്ന ഒരു പേരുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
നിങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഈ പള്ളിയിൽ നിന്ന് ദിനേന 10 പ്രാവശ്യം വിളിച്ചു പറയാറുണ്ട് 5 സമയങ്ങളിലായി എന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള വഹാബികൾ പറഞ്ഞത്രേ ഈ കുഞ്ഞിക്കണ്ണൻ സുന്നി കുഞ്ഞിക്കണ്ണനാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനല്ല എന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സുഹൃത്തുക്കളെ, നബിതങ്ങൾ സാധാരണക്കാരനല്ല എന്ന് മാത്രമല്ല, നബിതങ്ങളോട് ബന്ധപ്പെട്ട ഒന്നും സാധാരണ ഉള്ളത് അല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തെ കിറാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തെ കിറാം നബിതങ്ങളെ കൂടെ എപ്പോഴും നബിതങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നവരല്ലേ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് സാധാരണക്കാരല്ല. അല്ലദീനം തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്ത ഹൃദയമുള്ളവരാണ് സ്വഹാബത്തെ കിറാം. അപ്പൊ സ്വഹാബത്ത് സാധാരണക്കാരല്ല.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അവർ സാധാരണക്കാരല്ല. കാരണം അവരുടെ ഹൃദയം പ്രത്യേകം സെലക്ട് ചെയ്തവരാണ്. ഇനി നിങ്ങൾ നോക്ക്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ മറ്റുള്ള സ്ത്രീകളെ പോലെ അല്ല. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ഒരിക്കലും നബി തങ്ങളെ ഭാര്യമാര് മറ്റ് സ്ത്രീകളെ പോലെ അല്ല. അങ്ങനെ നബി തങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും സാധാരണയിലുള്ളതല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളാണ് അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമത്തു ഖിത്അതു മിന്നീ, ഫാത്തിമ ബീവി എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആ ഫാത്തിമ ബീവിയുടെ രണ്ട് മക്കളാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മുഹറം മാസമല്ലേ നമ്മുടെ മുന്നിലുള്ളത്. മുഹറം മാസം നാം അനുസ്മരിക്കുന്ന ഒന്നാണല്ലോ കർബല ചരിത്രം. ഇപ്പോൾ ആ ചരിത്രമൊന്നും പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ ഇന്നലെ ആ ചരിത്രം വായിച്ചപ്പോൾ അത് മാത്രം ദിവസങ്ങളോളം പറയണം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. കർബല യുദ്ധം നടക്കാൻ കാരണം അതിന് ഒരുപാട് വലിയ സംഭവമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പേരമക്കളാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വല്ലാത്ത സാദൃശ്യമുള്ളവരാണ്. ഹസൻ റളിയല്ലാഹു അൻഹു അതേ തല മുതൽ അര വരെ റസൂലുള്ളാഹിന്റെ അതേപോലെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ നിങ്ങോട്ട് താഴത്തേക്ക് നബി തങ്ങളെ അതേ ശരീര പ്രകൃതിയുള്ളവരാണ്. മാത്രമല്ല അവരെ മുഖത്തേക്ക് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ വരുന്നു. ആ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതേ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങതാ മക്കയിൽ ഒരുപാട് കാലം അവിടുന്ന് ഭരണം നടത്തിയിട്ടുണ്ട്. ഹിജ്റ 50-ൽ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. അതിനുശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു അതാ മക്കയിൽ നിൽക്കുന്ന സമയം, അന്ന് അതേ ഹസൻ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും വലിയ ബന്ധമുള്ളവരാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. കാരണം നബി തങ്ങളുടെ പേരമക്കളാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ മുആവിയ അവിടുന്ന് അതായി ലോകത്തോട് വിട പറയാനാകുമ്പോൾ ആ ഭരണം തന്റെ മകൻ യസീദിന് കൊടുക്കുന്നു. യസീദിന് ഭരണം കൊടുക്കുന്നു. അങ്ങനെ യസീദ് ഭരണം ഏറ്റെടുക്കാൻ നിൽക്കുമ്പോ പലരും അത് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. അങ്ങനെ ഞാൻ അതിന്റെ ഒരു വളരെ ചെറിയ ഒരു ഭാഗം പറയുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് കൂഫയിലേക്ക് വരാൻ വേണ്ടി ജനങ്ങൾ ഒരുപാട് ക്ഷണിച്ചു. പല ആളുകളും പല നിലക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ വലിയ സംഭവമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് ശരിയാണോ ഒന്ന് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി വേറൊരാളെ പറഞ്ഞേക്കുകയാണ്. അങ്ങോട്ട് പറഞ്ഞേക്കുന്നു. അങ്ങനെ ഒരാളെ പറഞ്ഞേച്ച വിഷയം അതാ യസീദ് അറിയുമ്പോ യസീദ് മറ്റൊരാളെ പറഞ്ഞേക്കുന്നു. ഇബ്നു സിയാദ് എന്ന് പറഞ്ഞ ഒരാളെ
അവിടെ ഭരണമേൽക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ഇബ്നു സിയാദ് ആളെ പറഞ്ഞേക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേ മറ്റൊരാളെ പറഞ്ഞേക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അതേ മുസ്ലിം ഇബ്നു അലി എന്ന് പറഞ്ഞൊരു വ്യക്തി. അബൂ ത്വാലിബിന്റെ മകനാണ് അദ്ദേഹം. അതെ, അബൂ പൗത്രന്റെ മകനാണ്. ഇദ്ദേഹത്തെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നത്. പറഞ്ഞേച്ച വിഷയം യസീദ് എങ്ങനെയോ അറിഞ്ഞപ്പോൾ യസീദ് അദ്ദേഹത്തെ തേടി വേറൊരാളെ വിടുന്നു. പക്ഷേ ഇങ്ങനെ ഒരാള് വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ മഹാനായ അതേ മുസ്ലിം റളിയല്ലാഹു അൻഹു ഒളിച്ചു താമസിക്കുകയാണ്. അവസാനം മഹാനവറുകളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ മഹാനവറുകളെ കൊന്നുകളയുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങോട്ട് വരണ്ട, ഇതൊരു ചതിപ്രയോഗമാണ്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചവര് വരെ ഇബ്നു സിയാദിന്റെ കൂടെ കൂടിയിട്ട് അതേ അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിക്കാനുള്ള മാർഗമാണെന്നറിഞ്ഞപ്പോൾ അതേ ഈ പറഞ്ഞേച്ച മുസ്ലിം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തിനോട് പറയുന്നു, നിങ്ങൾ അദ്ദേഹം വേറൊരാളെ പറഞ്ഞിട്ട് വിടുന്നു, നിങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. പക്ഷേ പറഞ്ഞ ദിവസത്തിന്റെ പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി, കൊല ചെയ്യപ്പെട്ടു പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെയാണ് ഈ വിവരം ലഭിച്ചത്. വിവരം ലഭിച്ചപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുണ്ട്, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുണ്ട്. അങ്ങനെ ഒരു വലിയ കുടുംബം തന്നെ കൂഫയിലേക്ക് തിരിച്ചതാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു എഴുത്ത് വന്ന് നിങ്ങൾ വന്ന സ്ഥലത്ത് മടങ്ങി പോകണം, ഇതിലൊരു ചതിയുണ്ടെന്നറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന പറഞ്ഞേച്ച മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും ഈ കൂട്ടത്തിലുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങളെ ഉപ്പാനെ കൊന്നവരോട് പകരം ചോദിക്കണം, അതുകൊണ്ട് അവിടെ പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നമ്മൾ ഒന്നായി വന്നതല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചു പോയിട്ട് നിങ്ങളെ മാത്രം പറഞ്ഞേക്കുന്നത് ശരിയില്ല. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെ പോകുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേ അവിടുന്ന് പറഞ്ഞ 2-3 ചാൻസുകൾ പറയുന്നു. എനിക്ക് എന്റെ നാട്ടിലേക്ക് എന്നെ തിരിച്ചയക്കണം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറ്റി അയക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരതിനൊന്നും തയ്യാറായില്ല. ഇബ്നു സിയാദ് യുദ്ധത്തിന് വേണ്ടി തന്നെ തയ്യാറ് ചെയ്തു നിന്നു. ചുരുക്കി പറയട്ടെ, അങ്ങനെയാണ് കർബല യുദ്ധമുണ്ടായത്. കർബല യുദ്ധമുണ്ടായേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേ കർബലയുടെ യുദ്ധം നടന്നത് ഒരു മുഹറം 10-നാണ്. മുഹറം 9 കർബലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുഹറം 10-ന്റെ ദിവസം മഹാനവറുകൾ ദുഹറും നിസ്കരിച്ച് അസറും നിസ്കരിച്ച് യുദ്ധത്തിനതാ കോപ്പുകൂട്ടുന്ന സമയമാണ്. അങ്ങനെ മഹാനവറുകൾ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു ശത്രു അതാ മഹാനവറുകൾ അമ്പ് ചെയ്യുകയാണ്. അമ്പിൽ നിന്ന് വില്ല് നേരെ വന്നുകൊണ്ട് തന്റെ വായയിൽ തറക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായയിൽ നിന്ന് രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. മഹാനവറുകളെ ഒരു ദുഷ്ടൻ വന്ന് അവിടുന്ന് ശിരസറുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ ശറഫാക്കപ്പെട്ട ശിരസ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കൊണ്ടുവന്ന് ഇബ്നു സിയാദിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ ഒരു കുന്തമുണ്ട്, ഒരു വടിയുണ്ട്. അതുകൊണ്ട് അതായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടിയിൽ ഇങ്ങനെ കുത്തുകയാണ്. ഈ വടിയെടുത്തിട്ട് മൂക്കിലേക്ക് തറക്കുകയാണ്. പല പ്രഹരവും ഏൽപ്പിക്കുമ്പോൾ
അവിടെയുണ്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിയില്ലേ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനാട്. 10 വർഷം ഖിദ്മത്ത് ചെയ്തിട്ട് നബി തങ്ങൾ എന്നോട് എന്തിനെ അനസേ അങ്ങനെ ചെയ്തു, എന്തിനെ ഇത് ചെയ്യാഞ്ഞത് എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. അതെ, ആ അനസ് ഇബ്നു മാലിക് തങ്ങൾ അന്ന് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ആ അനസ് ഇബ്നു മാലിക് ഇബ്നു സിയാദിന്റെ അടുക്കലുണ്ട്. ആ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു, ഇബ്നു സിയാദ്, അതെ നീ ഈ കുന്തം കൊണ്ട് കൊത്തുന്നത് ആരാണെന്നറിയോ? നീ തലയിൽ കൊത്തുന്നില്ലേ? നീ മൂക്കിൽ അതാ വടി അങ്ങ് കയറ്റുന്നില്ലേ? ചെയ്യല്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ തലയിൽ, ശറഫാക്കപ്പെട്ട തലയിൽ ഞാൻ ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ചുണ്ടിൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞപ്പോൾ ഇബ്നു സിയാദ് പറയുന്നു, അനസേ, നിന്നെ ഞാൻ കൊല്ലുന്നില്ല, കാരണം നീ പ്രായമുള്ള ആളാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ കൊന്നുകളയുന്നില്ല. ഈ ദുഷ്ടൻ പറഞ്ഞത് അങ്ങനെയാണ്. ചുരുക്കട്ടെ, അതാ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്തിട്ട് പിന്നെ കൊടുത്തേക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? യസീദിന്റെ അടുക്കലേക്കാണ്. യസീദിന്റെ അടുക്കലേക്കാണ്. യസീദ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പലപ്പോഴും വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ആദരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ് എന്ന് പലപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അത് യസീദിനറിയാം. യസീദ് ഈ തലയോട്ടി അങ്ങ് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതാ യസീദ് പശ്ചാത്താപിക്കുന്നുണ്ടെങ്കിലും ആ കാരണം ഒരുക്കിയത് യസീദായിരുന്നു. ഈ സംഭവം നടന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അഹ്ലുബൈത്തിന്റെ നേതാവാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മഹാന്മാരായ അഹ്ലുബൈത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം അവര് സാധാരണക്കാരല്ല. കാരണം നബി തങ്ങൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം ഞാൻ പരിശ്രമിച്ചപ്പോൾ എന്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തില്. എന്റെ കാലിൽ ത്വായിഫിന്റെ മക്കൾ എന്റെ കല്ലെടുത്തെറിഞ്ഞിട്ട് എന്റെ കാലിൽ നിന്ന് രക്തം പൊട്ടിയിട്ടുണ്ട്. എന്റെ വിരല് മുറിഞ്ഞിട്ട് രക്തമൊഴുകിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിലാകുന്ന സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട കഴുത്തില് അതാ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല, എന്ന് പറഞ്ഞൊരു ദുഷ്ടൻ അവിടുത്തെ കഴുത്തിലണിയുകയാണ്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അപ്പുറത്ത് നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അതേ ഭാരമേറിയ ഒട്ടകത്തിന്റെ കുടൽമാല അത്
അതാ അത് കഴുത്തിൽ ചാർത്തപ്പെട്ടപ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നബി തങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവിടുത്തെ പൊന്നോമന മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അന്ന് ചെറിയ കുട്ടിയാണ്, ഫാത്തിമ ബീവി വന്നിട്ട് നബി തങ്ങളെ കഴുത്തിൽ നിന്ന് ഈ ഭാരമുള്ള വെയിറ്റുള്ള ഈ കൊടൽമാല പൊക്കിയെടുക്കുകയാണ്. ഇതൊക്കെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചതും ആ വിഷമങ്ങളെല്ലാം സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? അതേ പരിശുദ്ധമായ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടിയാണെങ്കിൽ ഈ സഹിച്ച പ്രയാസങ്ങൾക്കൊന്നും ഞാൻ ഒരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല എന്ന് നബി തങ്ങളുടെ ഉമ്മത്തിനോട് പറയുന്നു. പക്ഷേ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബങ്ങളായ സയ്യിദന്മാര് അഹ്ലു ബൈത്ത്, അവനെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. സയ്യിദന്മാരെ നന്നായി ബഹുമാനിക്കണം. അൽഹംദുലില്ലാഹ്, സയ്യിദവറുകളുടെ നാട്ടിൽ നമ്മുടെ ഈ പരിപാടിയിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഉമ്മമാർ എല്ലാ മാസവും പങ്കെടുക്കുന്നുണ്ട്. ഞാനിവിടെ മുമ്പ് റൂസിന് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു, ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഇവിടെ വരുന്നവരൊന്നും ഒരിക്കലും ഒരു ദുനിയാവിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടല്ല, മറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടണം. നബി തങ്ങളുടെ കുടുംബത്തിനെ സ്നേഹിച്ചാൽ അത് നബി തങ്ങളെ സ്നേഹിക്കലാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറുഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി, നിങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കാണേണ്ടത്, അവിടുത്തെ നിരീക്ഷിക്കേണ്ടത് നിങ്ങൾ അവിടുത്തെ അഹ്ലുബൈത്തിലൂടെയാണ്. അഹ്ലുബൈത്തിലൂടെയാണ് നിങ്ങൾക്ക് അവിടത്തേക്ക് എത്തിക്കെത്താൻ കഴിയുക. നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അതേ നബി തങ്ങളുടെ കുടുംബത്തെ വല്ലാതെ സ്നേഹിച്ചു, വല്ലാതെ ആദരിച്ചു. ആലുൻ നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹി താവദൻ ബിയദിൽ യമീനി സഹീഫതി. ഞാൻ അതേ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ കിതാബ് നൽകപ്പെടുന്ന ഒരു സമയമുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ പല രംഗമുണ്ട്. അതിലൊരു രംഗമാണ് നമ്മുടെ കിതാബ് നൽകപ്പെടുന്ന ഒരു രംഗം. നമ്മുടെ നന്മ തിന്മകളൊക്കെ എഴുതിയ കിതാബില്ലേ, അതേ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നാം എന്ത് വാചകങ്ങൾ നാവ് കൊണ്ട് പറയുന്നുണ്ടോ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന രണ്ട് മലക്കുകളില്ലേ. ഈ റെക്കോർഡ് ചെയ്യുന്ന അതേ നമ്മുടെ ഈ കിതാബ് നൽകപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ കിതാബ് നൽകപ്പെടുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, അതേ വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തൊരു സന്തോഷമാണ്. നമ്മുടെ അതേ കുട്ടികള് പരീക്ഷയില് റിസൾട്ട് അറിയുമ്പോ
റിസൾട്ട് അറിയാൻ എന്തൊരു സന്തോഷമാണ്. ഇതുപോലെ നന്മ എഴുതപ്പെട്ട കിതാബ് കിട്ടുമ്പോ എന്റെ കിതാബ് ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കണേന്ന് അതിന് വെമ്പല് കൊള്ളുന്നു. വലത് കയ്യിൽ കിതാബ് കിട്ടിയവർ രക്ഷപ്പെടുന്നു. എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അതേ നമ്മുടെ പുറഭാഗത്തിലൂടെ കിതാബ് നൽകപ്പെടുന്നവരും അല്ലാഹു കാക്കട്ടെ. എന്നാൽ ഈ കിതാബ് വലത് കയ്യിൽ നൽകപ്പെടാൻ വേണ്ടിയിട്ട് വസീലയാക്കുന്നത് ആരെയാണ്? ആലുൻ നബിദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം വതവദൻ ബിയദിൽ യമീനി സഹീഫതി. റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളായ തങ്ങന്മാരും അവരെയാണ് ഞാൻ അതിനെ ഇടയാളരാക്കുന്നതെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ തങ്ങൾ പറഞ്ഞു. ഞാൻ അതേ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങള് ധാരാളം ചരിത്രങ്ങളുണ്ട് അവിടുത്തെ ജീവിതത്തിൽ. ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ ദർസ് നടത്തുകയാണ്. ശിഷ്യന്മാർക്ക് ദർസ് നടത്തുമ്പോ ഒരു ചെറിയ കുട്ടി ദർസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങ് വരികയാണ്. ആ കുട്ടി വന്നപ്പോൾ അതാ ഷാഫി ഇമാം ദർസ് നടത്തുന്നതിന്റെ ഇടയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ പിന്നെയും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ 7 പ്രാവശ്യം എഴുന്നേറ്റ് നിന്നു. ഉടനെ തന്നെ ഇരുന്നു. ശിഷ്യന്മാര് ക്ലാസ് കഴിഞ്ഞപ്പോ ചോദിച്ചു, ഉസ്താദേ എന്തേ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി 7 പ്രാവശ്യം എഴുന്നേറ്റ് നിന്നതെന്ന് ചോദിച്ചപ്പോ ആ ഉസ്താദെ ഷാഫി ഇമാമിന്റെ മറുപടി, മക്കളെ ഞാൻ എഴുന്നേറ്റ് നിന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ ഒരു ചെറിയ കുട്ടി വന്നില്ലേ, ആ കുട്ടി ഒരു സയ്യിദ് കുട്ടിയാണ്, റസൂലുള്ളാഹിന്റെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട കുട്ടിയാണ്, നബി തങ്ങളെ കുടുംബമായതുകൊണ്ട് തന്നെ ആ കുട്ടി ഇവിടെ വന്നപ്പോ ഞാൻ ഇരിക്കുന്നത് ശരിയില്ല, അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നതാണ്. കുട്ടി അങ്ങ് പോയപ്പോ പിന്നെയും ഞാൻ ഇരുന്നതാണ്. വീണ്ടും ആ കുട്ടി ഇങ്ങോട്ട് എന്നെ ഓടി വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നതാണ്. ഇങ്ങനെ 7 പ്രാവശ്യം ഞാൻ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്തത് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അവരെ സ്നേഹിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും ആണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, ഇതിപ്പോ ഇവിടെ നമ്മുടെ സയ്യിദ് അവറുകൾ എത്രയോ വേദികളിൽ വലിയ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സയ്യിദാണ്. പണ്ഡിതന്മാരായ സയ്യിദന്മാരും. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കാഴ്ചയിൽ, അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ നമ്മുടെ കാഴ്ചയിൽ കിതാബൊന്നും ഓതിയിട്ടില്ല, ഒരു സാധാരണ വേഷത്തിലാണ് ഉള്ളത്. ആ തങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ടോ? ചിലരുണ്ട് ഈ തങ്ങന്മാരെ അത് അറിവില്ലാത്തതിന്റെ പേരിലാവും നീ എന്നൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കരുത്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നിങ്ങൾ നേ വിളിക്കാവൂ. കാരണം നബിതങ്ങളുടെ കുടുംബത്തിലുള്ള ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ അവര് റസൂലുള്ളാഹിന്റെ രക്തത്തിൽ നിന്നൊരു അംശം അവരുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കാർക്കും കിട്ടാത്തതാണ്. എത്ര വലിയ ആലിമാണെങ്കിലും സയ്യിദന്മാർക്ക് വലിയ ആലിമീങ്ങളാകാം. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമാ സയ്യിദുമാണ്, എന്നാൽ നിറഞ്ഞ ആലിമുമാണ്. മഹാനായ താജുൽ ഉലമാ നമ്മുടെ മദനി ഉസ്താദൊക്കെ ഉള്ളാൽ തങ്ങളുടെ ശിഷ്യനാണ്. മഹാനായ താജുൽ ഉലമാ സയ്യിദുമാണ്, ആലിമുമാണ്. അതൊരു വലിയ പവറാണ്. ഒരു സയ്യിദ് ആലിമും കൂടിയാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പവറാണ്. ഇനി ആ സയ്യിദ് ഒരു ആലിമൊന്നുമല്ല, നമ്മുടെ കാഴ്ചയിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സുകാരനാണ്, എന്നാലും നമ്മൾ ബഹുമാനിച്ചോളണം. കാരണം നമുക്ക് ഏത് ക്ലാസ് പോയി പഠിച്ചാലും തങ്ങളാവില്ല. നമ്മളാരെങ്കിലും തങ്ങളാവും? തങ്ങന്മാരെ സ്നേഹിച്ചവരൊപ്പം ഇങ്ങനെ കൂടുക എന്നല്ലാതെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പ്രസവിച്ച് പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാല് നല്ല
പാലും മുട്ടയും അതുപോലെ നല്ല മരുന്നുകളും അരിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ? ഇവിടെ ഈ ഭാഗത്തൊക്കെ അപ്പോ ഒരു പ്രസവിക്കാത്തൊരു പെണ്ണുണ്ട്. ആ പെണ്ണും എനിക്ക് ഇങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിച്ച കാര്യമുണ്ട്, കിട്ടൂല. കാരണം ആ പെണ്ണ് പ്രസവിക്കൂല. പിന്നെ കിട്ടാനൊരു വകുപ്പുണ്ട്. എന്താ? ഈ പെണ്ണിന് ഖാദിമായിട്ട് അങ്ങനെ കൂടുക. അങ്ങനെ കൂടുമ്പോ ഈ പെണ്ണ് ഉപയോഗിക്കുന്നത് ഒപ്പുള്ള ആൾക്കും കൊടുക്കും, അങ്ങനെ ഉപയോഗിക്കുക എന്നതുപോലെ നമ്മൾ സയ്യിദന്മാരെ നന്നായി ആദരിക്കുക, ബഹുമാനിക്കുക. അത് കാരണം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഈ സയ്യിദവറുകൾ അതുപോലെ അപ്പോ അങ്ങനെ തീരെ പ്രസവിക്കാത്ത സ്ത്രീകൾ അവർ ഈ സ്ത്രീകളെ കൂടെ കൂടുമ്പോൾ അവർക്കും അതിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷേ പ്രസവിക്കാത്ത ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാത്ത ഏതെങ്കിലും സ്ത്രീകൾ നമ്മളെ സദസ്സിലുണ്ടെങ്കിൽ അവർ നിരാശപ്പെടണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വളരെ പ്രായമുള്ള സമയത്താണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു നൽകിയത്. അല്ലാഹു മക്കളില്ലാത്തവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ. അല്ലാഹു ആർക്കൊക്കെ മക്കളില്ലാത്തതുണ്ടോ അവർക്കൊക്കെ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഞാൻ സയ്യിദവറുകളുടെ നമ്മുടെ നാട്ടില് 8 വർഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവര് തങ്ങളവറുകൾ അതുപോലെ തങ്ങളുടെ ജ്യേഷ്ഠൻ തങ്ങളുടെ ഉപ്പ അതൊരു വലിയ മഹാനായിരുന്നു. ഞാൻ തങ്ങളെ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 13 വയസ്സിൽ ദർസിൽ പോയി. മഹാനായ കെ ഉസ്താദിന്റെ അടുക്കൽ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ മരുമകന് കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉള്ളവർക്ക് അറിയോന്ന് എനിക്കറിയില്ല. ഉസ്താദിന്റെ അടുക്കൽ പഠിച്ച് ഒരു 1-2 വർഷം കഴിഞ്ഞത് മുതൽ തന്നെ എല്ലാ വർഷവും തങ്ങളെ വീട്ടിൽ ഞാൻ പോകും, ഉറൂസിന് പോകും. അന്ന് ഉറൂസ് വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കല്. ആ ഉറൂസിന് ഞാൻ മൗലിദിന് വേണ്ടിയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കൽ ഉസ്താദ് തന്നെയാണ്. അങ്ങനെ ഉറൂസിന് വേണ്ടി പോകും. അന്ന് തങ്ങളുടെ സഹോദരങ്ങളിൽ മരണപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ തങ്ങളെ അമ്മായിയുടെ ഭർത്താവ് അമ്മായിക്കാക്ക മരണപ്പെട്ട് വഫാത്തായിട്ടുണ്ട്. അവരൊക്കെ ആണ്ട് കഴിക്കലാണ്. അപ്പൊ സയ്യിദവറുകൾ തങ്ങളുടെ ഉപ്പ അവിടെ മുറ്റത്ത് തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കസാരയിൽ ഇരിക്കുന്ന ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്. കസേരയിൽ ഇങ്ങനെ ഇരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും. കൈ കൊടുത്താൽ കയ്യുമ്മൽ ഇങ്ങനെ തടവിയിട്ട് ദുആ ചെയ്ത് നമുക്ക് ചെറിയ മുത്താലിമീങ്ങളായ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വലിയ സന്തോഷമാണ് ദുആ ചെയ്ത് സയ്യിദന്മാർ. ആ അന്ന് മുതൽ ഈ സയ്യിദന്മാരുമായിട്ടുള്ള ബന്ധമാണ്. അല്ലാഹുവേ ഞങ്ങൾ ആഖിറത്തിലും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. വലിയ ബന്ധമാണ്. സയ്യിദവറുകളുടെ ഉപ്പ വഫാത്തായി പിന്നീട്. അതുപോലെ തന്നെ അവരുടെ അമ്മായി കാക്കയെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ അമ്മായി ഉണ്ടായിരുന്നു, മുത്തുബീവി. അല്ലാഹു അവർക്ക് അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ തണല് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഓർമ്മയുണ്ടാവുന്ന എല്ലാ ദിവസവും ഞാൻ തങ്ങളവറുകളുടെ ഉപ്പയുടെ പേരിലും തങ്ങളുടെ അമ്മായിയുടെ പേരിലും അതുപോലെ തങ്ങളുടെ അമ്മായി കാക്കാന്റെ പേരിലും ഒക്കെ ഒരു ഫാത്തിഹ ഓതലുണ്ട്. അല്ലാഹു ആ കാരണം കൊണ്ട് അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അമ്മായി എന്ത് ദുആ ചെയ്താലും അപ്പ ഇജാബത്താണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് എന്ത് പ്രയാസം ചെന്ന് പറഞ്ഞാലും അവിടുന്ന് ദുആ ചെയ്താൽ വലിയ ഇജാബത്താണ്. ആ ഇജാബത്തിന് വലിയ കാരണവുമുണ്ട്. അവിടുന്ന് പ്രായപൂർത്തിയായതിനു ശേഷം ഒരാളെയും അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ചെറിയ കുട്ടികളെ കാണുക എന്നല്ലാതെ പ്രായപൂർത്തിയായ ഒരാളെയും അവിടുന്ന് കാണൂല. അധിക സമയവും അവിടെ ചെല്ലുമ്പോൾ രാവിലെ ചെന്നാൽ നീണ്ടിറക്കാത്ത ദുആ നിസ്കരിക്കുന്നുണ്ടോ,
പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, ഏകദേശം ദിവസങ്ങളൊക്കെ തസ്ബീഹ് നിസ്കരിക്കും. പിന്നെ ഇങ്ങനെ ദിക്റലാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോ വലിയ സന്തോഷാണ്. നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞാല് എന്തൊക്കെയാണ് സന്തോഷം കൊണ്ട് പറയേണ്ടി എന്ന് അറിയില്ല. ധാരാളം ദുആ ചെയ്തു തരും. എപ്പോഴും പറയും എവിടെയും കുടുങ്ങൂല എന്ന് പറയും. സയ്യിദന്മാരെ ബഹുമാനം, അവരുടെ ബഹുമാനം കൊണ്ട് അല്ലാഹു നമ്മെ ഇരു വീട്ടിലും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ സയ്യിദിന്റെ ഉപ്പ അവരുടെ ആണ്ട് നടക്കുന്ന മാസമാണിത്. അല്ലാഹുവേ, അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവിടെ ഉമ്മ വഫാത്തായിട്ടുണ്ട്, അമ്മായിക്കാക്ക, അതുപോലെ പൈതം മക്കൾ, അവരെ സഹോദരങ്ങൾ പലരും വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അപ്പൊ തങ്ങന്മാര് സാധാരണക്കാരാണെങ്കിലും അവരെ ബഹുമാനിക്കണം. ഇനി പണ്ഡിതന്മാരോട് ചോദ്യം വന്നതാണ്, തെറ്റ് ചെയ്യുന്ന ഒരു തങ്ങളാണെങ്കിൽ ആ തങ്ങളെ ബഹുമാനിക്കണോ? തെറ്റ് ചെയ്യുന്ന ഒരു തങ്ങളാണെങ്കിൽ ബഹുമാനിക്കണോ എന്നൊരു ചോദ്യം. ആ സമയത്ത് പണ്ഡിതന്മാരുടെ മറുപടി എന്താണ്? അതിന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അത് ഒന്ന്, തെറ്റ് ചെയ്യുന്ന തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മൂത്രത്തിൽ വീണതുപോലെയാണ്. അതുപോലെ മൻസൂഖായ ആയത്ത് പോലെയാണ്. മൂത്രത്തിൽ വീണാൽ എങ്ങനെ? മൂത്രത്തിൽ വീണാൽ മുത്ത് നജസാവും. ആ മുത്ത് എടുത്തുകൊണ്ട് കഴുകാതെ നമ്മുടെ കീശയിലിട്ട് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം സഹിയാവുകയില്ല. മറിച്ച് ആ മുത്ത് കഴുകിയാൽ ആ മുത്തിന് ഒരു മാറ്റും കുറവില്ല, മുത്തിന് ഒരു തകരാറും ഇല്ല, നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതുപോലെ മൻസൂഖായ ചില ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമം ഇപ്പോൾ ഇല്ല, പക്ഷേ ആ ആയത്തും പരിശുദ്ധ ഖുർആനിൽ നിന്ന് തൊടണമെങ്കിൽ എന്ത് വേണം? വുളൂ വേണം. ഉദാഹരണമായിട്ട് കള്ള് നിഷിദ്ധമാക്കപ്പെട്ടപ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നിഷിദ്ധമാക്കപ്പെട്ടത്. അതിൽ ഒരു തവണ ഇറങ്ങിയ ആയത്താണ് ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ മസ്താന്മാരായിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കരുത്, കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കരുത്. കള്ള് ഹറാമാകുന്നതിന് മുമ്പുള്ള കഥയാണ്. അപ്പൊ ആ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിക്കരുത്, നിസ്കാരത്തിലേക്ക് പോകരുത് പറഞ്ഞാലും നിസ്കാരത്തിലേക്ക് ചെല്ലുമ്പോൾ പലരും കുല്യായുൽ കാഫിറൂനൊക്കെ ഓതുമ്പോൾ ആകെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയത്തുകൾ മാറും. അങ്ങനെ പ്രശ്നം വന്നപ്പോ ഇനി കള്ള് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. പിന്നെയും കള്ളുപിടി അധികരിച്ചപ്പോൾ കല്യാണത്തിനും ഫംഗ്ഷനൊക്കെ പോയി തിരിച്ചു പോകുമ്പോ നല്ല ഉഷാറായിട്ട് പോകും. പിന്നെ കള്ളു കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ കൂടും. അങ്ങനെയുള്ള കള്ളുകുടി എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് പറയാൻ സമയമില്ല. കള്ളു കുടിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. മഹാനായ ഇമാം സീബവൈഹി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഈ ലാമലി ഫെയ്ദൽ എങ്ങനെയെന്ന് ചോദിച്ചു. ലാമലി ഫെയ്ദൽ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ ഇമാം സീബവൈഹി തങ്ങൾ പറഞ്ഞു, അത് കള്ളു കുടിക്കുന്ന ആള് നടക്കും പോലെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാലം ഇവിടെയാണെങ്കിൽ ഒരു കാലം അവിടെ ആയിരിക്കും. അങ്ങനെ ലാമലി ഫെയ്ദൽ അല്ലേ, അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. കള്ളു കുടിക്കുന്ന ആൾക്ക് ബോധം ഉണ്ടാവൂല. ഞാനൊരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കള്ളു പിടിച്ച ആള് എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ചു, പിന്നെ വിടണില്ല. എനിക്ക് എന്റെ ജീവിതത്തിലുള്ള അനുഭവം ഞാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ നേരം വൈകിട്ട് എന്റെ നാട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ബൈക്കിൽ പോണ സമയത്ത് ബ്ലോക്കായപ്പോൾ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. അപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് തോന്നുന്നത് ഒരു അമുസ്ലിമായ ഒരു സുഹൃത്താണ്. എന്റെ ബൈക്കിന്റെ പിന്നിലിരുന്നു. സുബ്ഹാനല്ലാഹ്, കുടിച്ചിട്ട് ഓനെ ഇറങ്ങണില്ല. ഞാൻ കുടുങ്ങി, ഇവനെ കൊണ്ട് ഞാൻ കൂടി. ഇവനിങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോ ഇന്റെ തൊട്ടടുത്ത വീട്ടിലുണ്ട് അതിനെക്കാട്ടും വലിയൊരു കുടിയനുണ്ട്. അപ്പൊ ഓൻ വന്നിട്ട് അവിടെ നല്ല സ്റ്റാറായിട്ട് ഈ പിന്നിലുള്ളവനെ പിടിച്ച് വലിച്ചിറക്കി ഈ ഇറങ്ങി പോകുമ്പോ പലതും വിളിച്ച് ഓർത്തെ. ഞാൻ ഇറങ്ങിയപ്പോ ഉടനാണ്ട് വിട്ടു. അങ്ങനെയാണ് കള്ളുപിടിയന്മാര്. ബോധം ഉണ്ടാവൂല, എന്താ പറയണ്ടെന്നല്ല. ഉമ്മനോട് പറഞ്ഞത് മക്കളോട് പറയും, മക്കളോട് പറയണ്ടേ ചിലപ്പോ ഉമ്മയോട് പറയും അല്ലേ. മുമ്പൊരു കഥ പറയലുണ്ട്. ഒരു 3 ആളുകള് ഒരാളെ യാത്രയാക്കാൻ വേണ്ടി കൂടെ 2 ആള് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ വണ്ടി ഒരല്പം ലേറ്റാണ്.
ലേറ്റ് ആയപ്പോ ഇവര് 3 പേരും കൂടി പറഞ്ഞു നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഒന്ന് മിനുങ്ങി വരാന്ന് പറഞ്ഞു. മിനുങ്ങാന്ന് പറഞ്ഞ അവരുടെ ഭാഷയിൽ കുടിച്ചു വരാന്നാണ്. അങ്ങനെ 3 ആളും കൂടി പോയി നന്നായിട്ട് കുടിച്ച് വന്ന് ട്രെയിന് വന്നപ്പോ എന്ത് ചെയ്തു, പോകാനുള്ള ആൾ ഇവിടെ നിന്നും ചെയ്തു, യാത്ര വെക്കാനുള്ള ആള് കയറിയിട്ട് ചാറ്റ കാണിച്ച് പോയി ചെയ്തു. ഇതാണ് കള്ള് കുടിച്ചാലുള്ള അവസ്ഥ. ഒരിക്കലും ചിന്തിക്കരുത് ചെറുപ്പക്കാരെ, കള്ള് നജസാണ്. കുല്ലു മുസ്കിരിൻ മാഇൻ നജസ്, നീരായ മസ്തുണ്ടാക്കുന്ന, ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്ന മുഴുവൻ ലഹരി പദാർത്ഥങ്ങളും, അത് ഏത് ഓമന പേര് വെച്ച് വിളിച്ചാലും അത് മുഴുവനും നജസാണ്. നജസ് കുടിക്കരുത്, നജസ് ചിന്തിക്കരുത്. നമുക്ക് കുടിക്കാനുണ്ടൊരു വെള്ളം. ഇന്നലാ നർജു ഇലാ കസി ഹൗലിക ലിൽതസ് യൗമ നശരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. തേനിനേക്കാൾ മാധുര്യമുള്ള, പാലിനേക്കാൾ വെളുപ്പേറിയ ആ ഹൗദുൽ കൗസർ അന ഫറത്തുകും മിൻദൽ ഹൗളി, ഞാൻ എൻ്റെ ഹൗദിന്റെ അടുക്കൽ എൻ്റെ ഉമ്മത്തിനെ കാത്തു നിൽക്കുന്നു. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജ്ജി. അതേ മൂസാ നബിയുടെ ജനതയും ഈസാ നബിയുടെ ജനതയും ഓരോ നബിമാരുടെ സമുദായവും വരുമ്പോ അവരെ കൂട്ടത്തിൽ നിന്ന് എന്റെ ഉമ്മത്തിന് എനിക്ക് നന്നായി തിരിച്ചറിയാം. അവര് വുളൂ ചെയ്യുമ്പോ മുഖം നീട്ടി കഴുകിയിട്ടുണ്ട്, കൈകാലുകൾ നീട്ടി കഴുകി ആ മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നതായി എന്റെ ഉമ്മത്തിനെ എനിക്കറിയാം. ആ ഉമ്മത്തിനെ ഞാൻ ഹൗലിന്റെ അടുക്കൽ കാത്തു നിൽക്കുന്നു. നബിതങ്ങളെ ഹൗലിന്റെ അടുക്കൽ നിൽക്കുമ്പോ ആ നബിതങ്ങളുടെ അനുയായികള് അവിടെ ഹൗലിൽ കൗസർ ബുക്കി കൊടുക്കുമ്പോ അതൊരൽപ്പം കുടിക്കണ്ടേ മുഅ്മിനേ? എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, കല്യാണത്തിന്റെ തലേ ദിവസം അതേ ലഹരി കുടിച്ചിട്ട് മതിമറക്കുന്നവരില്ലേ? കടുത്ത ഹറാമാണ് കേട്ടോ. ഒന്നുകൂടെ പറയട്ടെ, കള്ളുകുടിയന്മാർക്ക് കുടിപ്പിക്കപ്പെടുന്നത് ത്വീനത്തുൽ ഖബാലാണ്. ത്വീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതേ ഒരാള് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഞാൻ യമനിൽ നിന്ന് വരികയാണ്, അവിടെ ഒരു പാനീയമുണ്ട്, അതിന് കള്ളെന്ന് പേരൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കുടിക്കലുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, ആ മുസ്കിറുൻ ഹുവ, അത് കുടിച്ചാൽ മസ്തുണ്ടാകുമോ, ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുമോ? ഉടനെ പറഞ്ഞു നഅം, അതേ. ഉടനെ നബിതങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഉള്ളവർക്ക് പാഠമായിട്ട് പറഞ്ഞു, വമൻ ശരിബ മുസ്കിറൻ, വല്ലവനും മസ്തുള്ള ഒന്ന് കുടിച്ചാൽ ഫഹഖുൻ അലല്ലാഹ്, അവന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്തുമെന്നാണോ? അല്ല, അൻ യസ്തിയഹു മിൻ ത്വീനത്തുൽ ഖബാൽ, ത്വീനത്തുൽ ഖബാൽ അവനെ കുടിപ്പിക്കും. സ്വഹാബത്ത് ചോദിച്ചു, വമാ ത്വീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് ത്വീനത്തുൽ ഖബാൽ നബിയേ? നബിതങ്ങൾ പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ചീഞ്ചലമാണ്. അവരുടെ ശരീരം പൊട്ടിയിട്ട് രക്തമൊലിക്കുമ്പോൾ, അത് ചലമൊലിക്കുമ്പോൾ ആ ചലം ആരാണ് സഹോദരന്മാരെ നരകക്കാരെന്നറിയോ? സ്ഥിരമായ സുസ്ഥിരരായ നരകക്കാര്. അബൂജഹൽ നരകക്കാരനാണ്. കാരണം നബിതങ്ങൾ
നബിതങ്ങളെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കൊടൽമാല അണിയിക്കപ്പെട്ടപ്പോ അപ്പുറത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചവനാണ് അബൂജഹൽ. അതേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലെ തീയിലെറിയപ്പെട്ടപ്പോ അവിടുന്ന് അതാ ആ തീയിലെറിഞ്ഞ ദുഷ്ടനാണ് നുംറൂദ്. ഈ നുംറൂദും അബൂജഹലും ഉഖബത്തും ഷൈബത്തും അവരൊക്കെ നരകക്കാരാണ്. അവരെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചലവും നീരും ഈ കള്ളുകുടിയന്മാർക്ക്, ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുടിപ്പിക്കപ്പെടുമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ചീഞ്ചലം കുടിക്കപ്പെടാൻ നാം ഒരിക്കലും അതിന് കാരണക്കാരാകരുത്. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ കള്ളു കുടിക്കുന്നവർ അവരൊരിക്കലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാൻ കഴിയില്ല. ഒരിക്കലും ലഹരി ചിന്തിച്ചു പോകരുത്. ഞാൻ പറഞ്ഞു വന്നത് ആ മൻസൂഖായ ആയത്ത്, അതിൽ കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകരുതെന്നുണ്ട്. ഈ ആയത്ത് ഇപ്പോൾ അത് നിയമത്തിലില്ല. കള്ളുകുടി പിന്നെ പാടേ നിർത്തുന്ന ആയത്തിറങ്ങി ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന ആയത്തിറങ്ങിയതോടുകൂടി കള്ള് പൂർണ്ണമായിട്ട് നിർത്തപ്പെട്ടു. പക്ഷേ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുക്കാറ എന്ന ആയത്തിന്റെ നിയമമില്ലെങ്കിലും ആ ആയത്ത് തൊടണമെങ്കിൽ വുളൂ വേണം. ഇതുപോലെ തെറ്റ് ചെയ്യുന്ന തങ്ങളാണെങ്കിലും ആ തെറ്റിൽ നമ്മൾ ഒരിക്കലും അവരോട് പിന്തുടരേണ്ടതില്ല. അത് സയ്യിദാണെങ്കിലും ശരി, ആലിമാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, തെറ്റിന് കൂട്ടു നിൽക്കേണ്ടതില്ല. നമ്മൾ രഹസ്യമായിട്ട് അവരോട് പറയണം, തങ്ങളെ നിങ്ങൾ നമ്മളെ ഉപ്പാപ്പയാണ്, നിങ്ങൾ എന്നെ തെറ്റ് ചെയ്താൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താണ് അല്ലേ? പഴയ ആളുകൾ പറയും മൊല്ലാക്ക നിന്ന് മൂത്രമൊഴിച്ചാല് കുട്ടികൾ നടന്ന് മൂത്രമൊഴിക്കുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് രഹസ്യമായിട്ട് അവരോട് പറയാം. പക്ഷെ അവരെയും അവഹേളിക്കരുത്. അപ്പൊ മഹാന്മാരായ സയ്യിദന്മാർ, അവർ പണ്ഡിതന്മാരാണെങ്കിലും അവർ നമ്മുടെ ദൃഷ്ടിയിൽ സാധാരണയിലുള്ളവരാണെങ്കിലും അവര് സാധാരണക്കാരല്ല. റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്, റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അതുപോലെ ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് സാധാരണയിലുള്ളതല്ല. നമ്മളൊന്നും സാധാരണക്കാരല്ല. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതേ നന്മ ഉപദേശിക്കുന്ന, തിന്മ വിരോധിക്കുന്ന നല്ല ഒരു സമൂഹം, ആ സമൂഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്. അവര് സാധാരണക്കാരല്ല. നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും സാധാരണയിൽ ഉള്ളതല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ അഹ്ലു ബൈത്ത് നടത്തുന്ന ഈ പരിപാടി, ഇതിൽ നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കണം. എല്ലാ മാസവും പങ്കെടുക്കണം. ഇവിടെ നടക്കുന്ന ദുആയിൽ പങ്കെടുക്കണം. അല്ലാഹു നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. മുഅ്മിനീങ്ങളെ, നമ്മുടെ ആയുസ്സിൽ നിന്ന് അതേ ഒരു വർഷവും കൂടി നമ്മുടെ വയസ്സിൽ നമുക്ക് കൂടുകയാണ്. മരണത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ അടുക്കുകയാണ്. നാം നന്നാവേണ്ടതുണ്ട്. നന്നായിട്ട് നല്ല ബോധത്തോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. നമ്മുടെ കൂട്ടത്തിൽ അതേ 60 കഴിഞ്ഞവരുണ്ട്, 40-ആയവരുണ്ട്. ഈ വിനീതനായ എനിക്ക് നാളെ ജൂലൈ 2-ാം തീയതി എന്റെ 44 വയസ്സ് തികയുകയാണ്. നിങ്ങൾ നോക്ക്, നബിതങ്ങൾ പറഞ്ഞ വയസ്സിൽ നിന്ന് പകുതിയിലേറെ 3/4 ഭാഗത്തോളം എന്റെ വയസ്സായി പോയി. ചിലരതിന്റെ മുമ്പ് മരണപ്പെടുന്നവരുണ്ട്, ചിലർ പെട്ടെന്ന് മരണപ്പെടുന്നവരുണ്ട്. അള്ളാഹുവിന് നന്നായിട്ട് തഖ്വ ചെയ്യണേ മുഅ്മിനീങ്ങളെ. മരണം എപ്പോഴാണെന്ന് അറിയില്ല, അതെപ്പോഴും സംഭവിക്കാം. നാം ചിന്തിക്കും, എന്റെ ഉപ്പാപ്പ 90 വയസ്സിലാണ് മരിച്ചത്, 100 വയസ്സിലാണ് മരിച്ചത്, ഞാനും അതുവരെയൊക്കെ ജീവിക്കുമെന്ന് ഒരിക്കലും വ്യാമോഹിക്കണ്ട. ഞാനിവിടെ വന്നപ്പോ ഉസ്താദ് സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, പലരും അതേ പല രോഗത്തിന്റെ അടിമകളായി മാറുകയാണ്, പെട്ടെന്ന് മരണപ്പെടുകയാണ്.
എപ്പോഴും മരണം സംഭവിക്കാം. മഹാനായ ഇബ്നു നബാത്തുൽ മിസ്രി റഹിമഹുല്ലാഹ് തങ്ങള് ഒരു നബാത്തിയ ഖുത്ബയിൽ, ഒരു വെള്ളിയാഴ്ചയുടെ ഖുത്ബയിൽ കാണാം മഹാനവറുകൾ പറഞ്ഞത്. ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് ഉദാഹരണ സഹിതം പറയുന്നു, ഓ മക്കളെ, ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന സമയം മരണം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയൂല കേട്ടോ. നിങ്ങളെ ചെറിയ പ്രായത്തിലും മരണം സംഭവിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേ മാവില് പൂടുമ്പോൾ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? മെച്ചില് കൊഴിഞ്ഞു വീഴുന്നത് കാണാറില്ലേ? ഇതുപോലെ ചെറിയ പ്രായത്തിലും മരണം സംഭവിക്കാം. ഈ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ ദർസിൽ പഠിച്ചിരുന്ന വൈലത്തൂരിനടുത്തുള്ള ചിലവിൽ മഹല്ലില് അവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ പേരക്കുട്ടി, ഒരു കുട്ടി, നിങ്ങളൊക്കെ ചിലപ്പോൾ വാട്സപ്പിൽ കണ്ടു കാണും, റിമോട്ട് അതാ ഗേറ്റിൽ കുടുങ്ങിയിട്ട് ഈ ചെറിയ മോന് സിനാൻ എന്ന് പറഞ്ഞ 10 വയസ്സായ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അതേ മരണ വാർത്ത കേട്ട് ആ കുട്ടിയുടെ വല്യമ്മ അറ്റാക്കായി മരണപ്പെട്ടു പോയി. ഒരു വീട്ടില് 2 മരണം നടന്നു. ഈ ചെറിയ കുട്ടിക്കറിയോ എന്റെ മരണം സംഭവിക്കൽ അങ്ങനെയാണെന്ന്? അറിയൂല കേട്ടോ. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറയുന്നു, ഓ ചെറുപ്പക്കാരെ, നിങ്ങളെ ഭാഗത്തുണ്ടോന്ന് എനിക്കറിയില്ല, എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. കല്യാണത്തിന്റെ പേരില് സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ തലേ ദിവസം മദ്യം വിളമ്പുന്നതൊന്ന്, മറ്റതേ കല്യാണ വീട്ടിലേക്ക് പുതിയാപ്പിള വരുന്നത് സുബ്ഹാനല്ലാഹ് പല രൂപത്തിലാണ്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നതല്ലേ. എന്തെല്ലാം തോന്നിവാസമാണ് സുബ്ഹാനല്ലാഹ്. ചിലർക്ക് അതേ മോട്ടോർ സൈക്കിൾ കയറിയാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പല സ്ഥലങ്ങളിലും പറയുന്നതാണ്, നല്ല ഉപകാരമുള്ള 2 വസ്തുവാണ്. അത് ഒന്ന് മോട്ടോർ സൈക്കിളാണ്, ഒന്ന് മൊബൈൽ ഫോണാണ്. രണ്ടും നല്ല ഉപകാരമുണ്ട്, നല്ല ഉപദ്രവമുണ്ട്. എന്താ പറയാൻ കാരണം? മൊബൈൽ ഫോൺ എനിക്ക് നല്ല ഉപകാരമാണ്. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും പ്രസംഗത്തിന് പോകുന്നതും പല കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. ചില ബിസിനസ്സുകാർ ഒന്നിലേറെ മൊബൈൽ വേണ്ടി വരും, ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഈ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ പെരുകിയില്ലേ? സ്കൂളിൽ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികളുടെ കയ്യില് മൊബൈൽ ഫോണല്ലേ? ഈ കുട്ടികൾ എന്തെല്ലാം അശ്ലീലങ്ങള് കാണുന്നുണ്ടോന്നറിയോ നിങ്ങൾക്ക്? ഞങ്ങളെ നാട്ടില് മലപ്പുറം ജില്ലയില് പുത്തനത്താണിന്റെ അടുക്കല് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതേ ഒരു കുട്ടി സുബ്ഹാനല്ലാഹ് SSLCയില് നല്ല മാർക്ക് വാങ്ങിച്ചപ്പോൾ ഉപ്പ നല്ല ഒരു അതേ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ഉമ്മന്റെ സ്വകാര്യ റൂമില് വസ്ത്രം അയച്ചിട്ട് വസ്ത്രം മാറുമ്പോ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ നിരക്കം കണ്ടപ്പോ ഉമ്മ കട്ടിലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അതേ 10ഓളം മാസം അത് വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച സ്വന്തം മകൻ ഈ ഉമ്മയുടെ നഗ്ന ചിത്രം ആ മൊബൈലിൽ പകർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ മകനെ ഉമ്മ തൂണിൽ കെട്ടിയിട്ടു. ഉപ്പ വന്നപ്പോ മകനെ കാണുന്നത് ഇങ്ങനെയാണ്. ആ ഉമ്മ കെട്ടിപ്പിടിച്ച് ഭർത്താവിനോട് വിഷയം പറഞ്ഞപ്പോൾ അതേ വിതച്ചത് കൊയ്തല്ലോ. ഉപ്പ നെഞ്ചത്ത് കൈവക്കലല്ലാതെ ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞതെന്താണെന്നറിയോ? ഇത് മറ്റുള്ളവർക്ക് നഗ്നചിത്രം എത്തിച്ചു കൊടുത്ത് അത് പിന്നെ
അശ്ലീലങ്ങളായിട്ട് പുറത്തു വിടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്, എനിക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞപ്പോ ഏറ്റവും സൗകര്യം എന്റെ ഉമ്മ തന്നെയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ചെറിയ മനസ്സല്ലേ, അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കാരണവന്മാരെ, ചെറിയ കുട്ടികൾക്ക് അനാവശ്യത്തിലെത്തിക്കുന്ന കാര്യം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ ഈ മക്കള് പറയും, റബ്ബന അരിനല്ലദൈനി അളല്ലാനാ നജ്അലുഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവിനോട് സ്വന്തം മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ വല്ല വകുപ്പും ഉണ്ടെങ്കിൽ തന്നെ ഈ മക്കള് പറയും, വിടല്ല റബ്ബേ, ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോ ഞങ്ങൾക്ക് ഒന്നും ഹറാമിനെ കുറിച്ച് അറിയില്ലായിരുന്നു, ഞങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളെ മാതാപിതാക്കളാണ്, അതുകൊണ്ട് അവരെ ഇങ്ങ് കൊണ്ടുവന്ന് ഇവിടെ മലർത്തിക്കെടുത്തു, അവരെ നെഞ്ചിലൂടെ ഞങ്ങളൊന്ന് നൃത്തം ചെയ്യട്ടെ. ഈ മക്കള് പറയുന്നൊരു സമയമുണ്ട്. രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ മൊബൈൽ ഫോൺ ഉപകാരമുള്ളതാണ്, എന്നാൽ ഉപദ്രവമുള്ളതാണ്. അതേ, അശ്ലീലമായിട്ട് മറ്റ് യുവാക്കൾ യുവതികളായ പെൺകുട്ടികൾക്ക് എത്രയാണ് ചാറ്റ് ചെയ്യുന്നത്, അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് കടുത്ത തെറ്റല്ലേ, ഒരിക്കലും പാടില്ല. ആ നിലക്ക് നാം അതപ്പതിച്ചു പോകരുത്. അതുപോലെ തന്നെയാണ് മോട്ടോർ സൈക്കിളും ആവശ്യത്തിന് നല്ലതാണ്, എന്നാൽ അതിന്റെ മേൽ കയറിയിട്ട് കളിച്ചു കഴിഞ്ഞ് അങ്ങനെ മരണപ്പെട്ടാൽ ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യയുടെ കുറ്റമാണ്. അതിൽ അപകടത്തിൽ മരണപ്പെട്ടാൽ അപകടത്തിൽ മരണപ്പെട്ട് അത് കളിച്ചുകൊണ്ടല്ലാതെ അപകടത്തിലാണെങ്കിൽ ചിലപ്പോൾ ഷഹീദിന്റെ കൂലി കിട്ടിയേക്കാം. നല്ല ബോധം നമുക്ക് വേണം. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ള നല്ല ബോധം നമുക്ക് വേണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തഖ്വ ചെയ്യണേ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. അവൻ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തണം. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കല്ലേ ചെറുപ്പക്കാരാ, നിസ്കരിക്കണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. അത് ഏത് തിരക്കുള്ള സമയമാണെങ്കിലും യജമാന് സുജൂദ് ചെയ്യേണ്ട സമയം സുജൂദ് ചെയ്യണം. നബി തങ്ങൾക്ക് സലാം പറയേണ്ട സമയം സലാം പറയണം. നിസ്കരിക്കാത്തവന് നബി തങ്ങളോടും ബന്ധമില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് നാം നിസ്കാരത്തിൽ സലാം പറയുമ്പോ, അതേ മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ വറദ്ദല്ലാഹു റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. എന്നോട് അതേ ഈ ഇവിടെ നിന്ന് ഈ പാത്തൂരിൽ നിന്ന് ഒരു പാവപ്പെട്ട ഉമ്മാമ ഈ നല്ല തണുപ്പുള്ള സമയം വുളൂ ചെയ്തിട്ട് ഒരു ചെറ്റക്കുടിലിൽ നിന്ന് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ തഹിയ്യാത്തില് നബി തങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് സലാം പറയുമ്പോ നബി തങ്ങൾ സലാം മടക്കുന്നു. നിസ്കരിക്കാത്തവന് റസൂലുള്ളാഹിനോട് ബന്ധമില്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിസ്കരിക്കണം, അത് സ്വഹീഹ് ആകണം. ഇടയ്ക്ക് ഞാനൊരു മസല പറയാണ്, നമ്മൾ നീണ്ട വാള് മാത്രം കേട്ടാ പോരല്ലോ. ചെറുപ്പക്കാര് ടീഷർട്ട് ഇടുന്നവരുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേ, 3 അനക്കം നനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. ടീഷർട്ട് ഇട്ട് നിസ്കരിക്കുന്നവർ 2 ഭാഗവും മുൻഭാഗം ഒതുപ്പിടിച്ച് 2 ഭാഗവും താഴ്ത്തി, അതുപോലെ പിൻഭാഗവും താഴ്ത്തിയാൽ ആ അനക്കം 4 അനക്കമാകുന്നു. 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. അവിടെ തന്നെ മഹാന്മാര് പറയുന്നു, ഈ തുടർച്ചയായ 3 അനക്കം എന്ന് പറയുന്നത് 2 അനക്കത്തിന്റെ ഇടയിൽ ചുരുങ്ങിയതൊരു ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടണം. അതിന്റെ അതേ ഇടയിലുള്ള അനക്കം അത് തുടർച്ച പോകുന്നതാണ്. അതേ,
ആ നിലക്ക് ഫാത്തിഹ ഓതുന്ന സമയമെങ്കിലും വേണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാലേ തുടർച്ച അല്ല എന്ന് പറയാൻ കഴിയുള്ളൂ. തുടർച്ചയായും നനക്കമനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. അതുപോലെ ചെറുപ്പക്കാര്, മുടി വളർത്തുന്ന ചെറുപ്പക്കാര് സുജൂദ് ചെയ്യുമ്പോ മുടി നെറ്റിയിലാണെങ്കിൽ സുജൂദ് സ്വഹീ അല്ല. സുജൂദ് സ്വഹീ അല്ലെങ്കിൽ നിസ്കാരവും സ്വഹീ അല്ല. അതേ വുളൂ ചെയ്യുമ്പോൾ തലയുടെ പരിധിയിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന മുടിയിൽ തടവിയാല് തലതടവല് സ്വഹീ ആകൂല. തലതടവല് സ്വഹീ ആയില്ലെങ്കിൽ വുളൂ സ്വഹീ അല്ല. വുളൂ സ്വഹീ അല്ലെങ്കിൽ നിസ്കാരം സ്വഹീ അല്ല. അപ്പൊ സ്വഹീ ആകുന്ന രൂപത്തിലും ഷർത്തുകളും ഫർളുകളും പാലിച്ച് 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. ഖളാ ഉള്ളവര് ഖളാ വീട്ടണം. നമ്മുടെ ഒരു പുതിയ വർഷം നമ്മിലേക്ക് ആഗതമാകുകയാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. ഹറാം ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കണം. സ്വന്തം ഭാര്യയുള്ളതോടുകൂടെ ഒരു അന്യ പെണ്ണിനും നാം മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യരുത്. അവളെ മുഖത്തേക്ക് നോക്കരുത്. ഹറാമിൽ ഇടപെടരുത്. നമ്മൾ കള്ളുകുടിയന്മാരാകരുത്, പലിശക്കാരാകരുത്. അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തി വിരോധിച്ചത് കൈയൊഴിഞ്ഞ് ജീവിക്കണം. അല്ലാഹു വീണ്ടും പറയുന്നു, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്ക് എന്ത് തയ്യാറുണ്ടെന്ന് ഓരോ ശരീരങ്ങളും ഒന്ന് ചിന്തിക്കട്ടെ. ഈ പാവപ്പെട്ട ഞാൻ ഒരു 16 വയസ്സ് മുതൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വായാടിയെ പോലെ പല സ്ഥലങ്ങളും പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ സ്വന്തത്തിൽ നന്നാവാൻ കഴിഞ്ഞിട്ടില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുമ്പോ സയ്യിദന്മാരുള്ള സദസ്സിലും റബ്ബേ ഞങ്ങൾ പ്രസംഗിക്കുമ്പോ ഞങ്ങൾ നന്നാകാൻ കാരണമാക്കണേ അല്ലാഹ്. നാളത്തേക്ക് എന്ത് തയ്യാറുണ്ട്? മഹാന്മാര് ധാരാളം അതെ അവർക്ക് പറയാനുണ്ട്. പാവപ്പെട്ട എന്നെ പോലത്തവർക്ക് പറയാൻ എന്താണ്? ഇവിടെ ഹാജാ തങ്ങളെ പേരിൽ മാസം തോറും അതെ ഇവിടെ മജ്ലിസ് നടക്കുന്നു. ഹാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി അതെ ഇന്ത്യയിലേക്ക് അത് ദീൻ പ്രചരണത്തിന് വന്ന അതേ സുൽത്താനല്ലേ, നബിതങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചതല്ലേ. ആ സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങള് അവിടുത്തെ ദീനീ പ്രവർത്തനം പറയാനുണ്ട്. അവിടുത്തെ സൽക്രമങ്ങൾ പറയാനുണ്ട്. സ്വാലിഹീങ്ങൾക്കൊക്കെ പറയാനുണ്ട്. പക്ഷേ ഒരു മഹാൻ പറഞ്ഞില്ലേ, മരണത്തിന് വേണ്ടി മനുഷ്യ നീ തയ്യാറ് ചെയ്തോ, മരണം കൂടാതെ കഴിയില്ല. എന്നാൽ നീ സ്വാലിഹീങ്ങളെ പോലെ ആകണമെന്ന് നീ വ്യാമോഹിക്കുന്നുണ്ടോ? നിന്നെ പോലത്തെ വിഡ്ഢികളുണ്ടോ? ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി. അവർക്ക് സമ്പാദ്യമുണ്ട്, നിനക്കെന്ത് സമ്പാദ്യമുണ്ടോ എന്ന് മഹാന്മാര് ചോദിച്ചത് പാവപ്പെട്ട എന്നെ പോലെയുള്ളവരോടാണ്. അതുകൊണ്ട് നാളത്തേക്ക് എന്ത് തയ്യാറുണ്ടെന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. അല്ലാഹ് വീണ്ടും പറയുന്നു, അല്ലാഹുക്ക് തഖ്വ ചെയ്യണേ. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങളെ പ്രവർത്തനം കൊണ്ടും അല്ലാഹു ഉള്ളുകള്ളി അറിയുന്നുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അതേ പ്രയാസമില്ലെങ്കിൽ 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്നോളൂ. ഇതേ ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ സദസ്സിൽ കാണുന്നുണ്ട്. നിങ്ങൾ നല്ല അതേ സന്തോഷത്തോടുകൂടി നല്ല അതേ ആരോഗ്യമുള്ള സമയം, ആരോഗ്യം ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഞാനൊരു ചെറിയ സംഭവം പറയട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായ
വലിയൊരു മഹാനായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണം നടത്തുന്ന കാലത്ത് ജീവിച്ചൊരു വലിയ മഹാനാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തന്റെ ഹിംഗിതത്തിനൊത്ത് നിൽക്കാത്തവരെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ദൂരെ ഒരു സ്ഥലത്ത് ഒരു ടെന്റും കെട്ടിയിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ അടുക്കലേക്ക് അതാ സഈദിനെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചില ആളുകളെ ഇവന്റെ അടുക്കലുള്ള അതേ ചില കിങ്കരന്മാരെ പറഞ്ഞേക്കുന്നു, കൂടെയുള്ളവരെ അയക്കുന്നു. അതാ അവര് സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ അടുക്കലേക്ക് പോകുന്നു. സഈദ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നിട്ട് പറയുന്നു, നിങ്ങളെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊണ്ടുപോകാൻ പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ പിന്നാലെ ഞാൻ വരാം. നിങ്ങൾ കയ്യിനാമം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെ പിന്നാലെ വരാം. അവര് പോകുന്നു പിന്നാലെ. അതാ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പോകുന്നു. പോകുന്ന വഴിയില് ഒരു വഞ്ചകനായ മനുഷ്യന്റെ ഒരു ക്രിസ്ത്യാനിയുടെ വീടുണ്ട്. ആ വീട്ടുകാരനാണ് സഈദ് ഇബ്നു ജുബൈർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്. അതേ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, നമ്മളെ വീട്ടിൽ താമസിച്ചിട്ട് നാളെ പോകാം. ഈ കൂടെയുള്ള സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ അടുക്കലേക്ക് ഹജ്ജാജ് പറഞ്ഞേച്ച മുഴുവൻ ആളുകളും അന്നവിടെ തങ്ങുകയാണ്. രാവിലെ പോകാന്ന് പറയുന്നു. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെയും വിളിക്കുന്നു. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ആ വീട്ടിലേക്ക് പോയാൽ അള്ളാഹ് പൊരുത്തപ്പെടൂല. ഞാൻ ഇവിടെ ഈ വീട്ടിന്റെ പുറത്ത് നിൽക്കാം, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കൂല. അതേ അവര് പറയുന്നു, നീ രക്ഷപ്പെടുമോ? ആ സമയത്ത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നു, വമൻ നസലത് ബിസാഹതിഹിൽ മനായാ ഫലാ അർദുൻ തഖീഹി വലാ സമാഉ. ഒരാളുടെ മുറ്റത്ത് മരണം അങ്ങെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആളെ രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ. മരണം എനിക്ക് കണക്കാക്കുന്ന സമയം മരണമുണ്ടാകും, ഞാൻ രക്ഷപ്പെടൂല, നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ അവർ അതിന്റെ ഉള്ളിലേക്ക് കയറി താമസിക്കുന്നു. അന്ന് രാത്രിയിൽ അവര് ഈ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് കയറുന്നു. അവരുടെ പല ആരാധനാലയങ്ങൾ അവിടെയുണ്ട്, ആരാധന വസ്തുക്കളുമുണ്ട്. അവിടെ രാപാതിരക്ക് എന്താണ് സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ചെയ്യുന്നത്? രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ അവരിങ്ങനെ അവിടെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അതാ നീണ്ട തഹജ്ജുദ് നിസ്കാരത്തിലാണ് നിസ്കരിക്കുന്നു. ഒന്നുകൂടെ മുന്നിൽ നോക്കിയപ്പോൾ ഒരു പടുകൂറ്റൻ സിംഹം നിൽക്കുന്നു, അംഗരക്ഷകനായി നിൽക്കുന്നു. ഇവര് മുഴുവനും നേരം വെളുത്ത് സഈദ് തങ്ങളുടെ അടുക്കൽ വന്നു. സഈദെ, പൊരുത്തപ്പെടണം, നിങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങൾ ഞങ്ങൾ വിചാരിച്ച ആളല്ല, നിങ്ങൾ വലിയ മഹാനാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നു. ആ സമയത്ത് പറയുന്നു, നിങ്ങൾ എന്നെ വെറുതെ വിടണ്ട, നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ഹജ്ജാജിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്, അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. ഹജ്ജാജിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. ഹജ്ജാജിനോട് ഇവര് പറയുന്നു, രാജാവേ, ഈ വന്ന ആളുണ്ടല്ലോ ചില്ലറക്കാരനല്ല, വലിയ മഹാനാണ്, അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണ്. ഇത് കേട്ടപ്പോ ഹജ്ജാജിന് ദേഷ്യം വരികയാണ്. നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിങ്ങൾ ചെയ്തില്ല, ഇനി നിങ്ങൾ പോയിക്കോളൂ. എന്നിട്ട് ഹജ്ജാജ് പറയുന്നു, എടോ ഇങ്ങോട്ട് നിൽക്കടോ എന്ന് പറഞ്ഞിട്ട് സഈദ് ഇബ്നു ജുബൈർ തങ്ങള് ഒരു ഭാഗത്തേക്ക് നിർത്തുന്നു. ചോദിക്കുന്നു, മസ്റൂഖാന്റെ പേരെന്താണ്? സഈദ് ഇബ്നു ജുബൈർ തങ്ങള് സന്തോഷത്തോടുകൂടെ പറയുന്നു, അന സഈദ് ഇബ്നു ജുബൈർ, അന സഈദ് ഇബ്നു ജുബൈർ, ഞാൻ സഈദ് ഇബ്നു ജുബൈറാണ്. അപ്പൊ ഹജ്ജാജ് പറയുന്നു, നീ സഈദ് അല്ല, നീ ശഖീ ഇബ്നു ഖുസൈറാണ്, നിന്റെ പേര് പരാജിതൻ എന്നാണ്, വിജയി എന്നല്ല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, സമ്മത്തിനി ഉമ്മി സഈദ്,
എന്റെ ഉമ്മ എനിക്കിട്ട പേര് സഈദാണ്. അപ്പോ ഇദ്ദേഹം പറയുന്നു, ഹജ്ജാജ് പറയുന്നു, നീയും പേച്ചുപോയി, നിന്റെ ഉമ്മയും പേച്ചുപോയി. അപ്പൊ സഈദ് തങ്ങൾ പറഞ്ഞു, അത് നീയല്ല തീരുമാനിക്കല്. ഹജ്ജാജ് പറയുന്നു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അല്ലാഹുവിൽ എന്താണ് നിന്റെ വിശ്വാസം? കിട്ടിയ ചാൻസ് അല്ലേ അല്ലാഹുവിനെ പറ്റി. അല്ലാഹു തആല ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹുവിനെ പറ്റി നന്നായി വർണ്ണിച്ചു. പിന്നെ ചോദിച്ചു, മുഹമ്മദ് നബിയിൽ എന്താണ് നിന്റെ വിശ്വാസം? മുഹമ്മദ് നബി, അതേ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ലോകത്തിന്റെ നേതാവല്ലേ, ആ മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും എല്ലാവർക്കും ഒരുപോലെ നേതാവല്ലേ. അതേ ആ നബി തങ്ങളെ നന്നായി വർണ്ണിക്കുന്നു. സിദ്ദീഖ് തങ്ങളെ ചോദിച്ചു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പറ്റി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, എല്ലാവരെ സംബന്ധിച്ചും നന്നായി അതേ അവിടുന്ന് നന്നായി വാചാരനായി സംസാരിച്ചപ്പോ ഹജ്ജാജിന്റെ ദേഷ്യം ഇങ്ങനെ കൂടുകയാണ്. ഹജ്ജാജ് പറയുന്നു, സഈദേ, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണ് എന്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ, അല്ലാഹുവിന്റെ തീരുമാനം നടക്കുമല്ലോ. അപ്പോ സഈദ് ഇബ്നു ജുബൈർ തങ്ങളോട് ഹജ്ജാജ് ചോദിക്കുന്നു, എങ്ങനെയാണ് എന്നെ ഞാൻ കൊല്ലേണ്ടത്? സഈദ് തങ്ങൾ പറയുന്നു, എങ്ങനെയും നിനക്ക് കൊല്ലാം, നീ അത് കണ്ടതുപോലെ കൂട്ടിക്കോ എന്ന് പറയുന്നു. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ തള്ളുകയാണ്. ആ സമയത്ത് മഹാനവർ മലർന്നടിച്ച് വീണപ്പോൾ വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ആ റബ്ബിലേക്ക് എന്റെ മുഖം തിരിക്കുകയാണ്. അപ്പോഴും അല്ലാഹുവിന്റെ പേര് പറഞ്ഞപ്പോ ഹജ്ജാജിന് പിടിക്കുന്നില്ല. ഹജ്ജാജ് വീണ്ടും ഒരേത്തെ തട്ടുകൊടുക്കുമ്പോൾ മഹാനവറുകൾ അതാ വീണ്ടും കമഴ്ന്നടിച്ച് വീഴുമ്പോ അവിടുന്ന് പറയുന്നു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അല്ലാഹുവിന് എല്ലാ ഭാഗങ്ങളും റബ്ബിനുള്ളതാണ്. വീണ്ടും മറിച്ചിടുമ്പോൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്നങ്ങ് പറഞ്ഞപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വീണ്ടും ദേഷ്യം പിടിക്കുമ്പോ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ചിരിക്കുകയാണ്. ഹജ്ജാജിന് ദേഷ്യം പിന്നെയും കൂടി, എന്തിനാണ് ഓന് ചിരിക്കുന്നത്? ഒന്നുമല്ല, ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നീ നിരപരാധിയായ എന്നെങ്ങനെ ആക്രമിക്കുമ്പോ സഹോദരന്മാരെ, ഫലസ്തീനിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ദുഷ്ടന്മാരില്ലേ, അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് സഹായം നൽകട്ടെ. ഈ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നു, ഞാൻ നിരപരാധിയാണ്, എന്നെ നീ ഇങ്ങനെ ആക്രമിക്കുമ്പോ ഇതൊക്കെ കാണുന്ന റബ്ബ് അവൻ എത്ര സഹനമുള്ളവനാണ്, അവന്റെ ആ ഹിൽമ് അത് ഞാൻ ചിന്തിച്ച് ചിരിച്ചതാണ്. ഇവനതാ ഒരു കടാരി കൊണ്ട് മഹാനവളെ അറുത്ത് കൊന്നു കളഞ്ഞു. സഈദ് ഇബ്നു ജുബൈർ തലങ്ങ് ശിരസ് അവിടുന്ന് മുറിച്ചെടുക്കുന്നു. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഷഹീദായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരണത്തിന്റെ വെപ്രാളത്തിലാണ്. ഒപ്പമുള്ളവരോട് പറയുന്നു, എന്നെ ആരോ പിടിച്ച് അമർത്തുന്നു, ഞെക്കുന്നു, നിങ്ങൾ കാണുന്നുണ്ടോ? കൂടെയുള്ളവർ പറയുന്നു, ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഹജ്ജാജ് പറയാണ്, ആ സഈദിന്റെ ആത്മാവ് വന്നിട്ട് എന്നെങ്ങനെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു എന്നിങ്ങനെ പറയുന്നതിനിടയിൽ ഹജ്ജാജ് അവിടുന്ന് അവന്റെ അവിടെ വിട്ടുപിരിയുന്നു. നിങ്ങളെ ഇരുന്നോളൂ. ആ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ദീനിന് വേണ്ടി ആരോഗ്യം ചെലവഴിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നന്നായി നമ്മുടെ അതേ ആയുസ് ചെലവഴിക്കണം, റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്റെ ശരീരത്തോട് ഉപദേശിക്കുന്നു, നിങ്ങളോട് ഉണർത്തുന്നു. എപ്പ മരിക്കുകയാണെങ്കിലും സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയണം.
അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സയ്യിദന്മാരെ പൊരുത്തം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. സയ്യിദ് അവരുടെ ഉപ്പയും അതുപോലെ അവരുടെ ഉമ്മയും അവരുടെ അമ്മായിക്കാക്ക അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മുഴുവൻ ആളുകളോടുകൂടെ അല്ലാഹു ജന്നാത്തുൻ നഈമിൽ ഇവർക്കൊക്കെ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.